അയ്യോ ദൈവമേ, പോലീസോ? വിഷ്ണുവിന്റെ അളിയനെ കാണാൻ പോയില്ലേ? ഓ, പോയിട്ടെന്തിനാ? അളിയനെ എന്തിനാ കുറ്റം പറയുന്നത്? ചേച്ചിയെ പറഞ്ഞാ മതി. അമ്മാവാ, പോലീസ് വരുന്നു ജീപ്പില്. പോലീസാ? അമ്മൂമ്മേ അമ്മൂമ്മേ അമ്മേ, പോലീസ്. പോലീസോ? എന്നെയോ മറ്റോ അന്വേഷിച്ചാണോ വന്നത്? അതിന് കൊച്ചാട്ടം വല്ല മോട്ടിച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നത്? പോലീസിന്റെ കാര്യമില്ലൂടി. കട്ടവനെ കണ്ടില്ലെങ്കിൽ കർത്താവിനെ പിടിക്കുന്നവരാ. സുനിൽകുമാറോടെ ഇവിടെ ഇല്ല സർ. ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അവൻ എവിടെയാ ഉള്ളതെന്ന്. ഭാര്യയോട് പോലും പറയാതെ അവൻ സ്ഥലം വിട്ടത്. അറസ്റ്റ് വാറന്റുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വിഷ്ണു ഞങ്ങളോട് സഹകരിക്കണം. ഞാൻ പറഞ്ഞത് സത്യമാണ് സർ. സുനിൽ എൻ്റെ അനിയത്തിയുടെ ഭർത്താവ് മാത്രമല്ല, അമ്മാവന്റെ മകനും കൂടിയാ. അമ്മാവൻ വന്ന് കയറിയ സമയത്താണ് അവൻ ഓടിപ്പോയത്. സുനിൽകുമാറിന്റെ ഭാര്യയോടെ വിളിക്കേ. വെറുതെ ആ കൊച്ചിനെ വിളിച്ച് ചോദ്യം ചെയ്യേണ്ട സാർ. സത്യം, അതൊരു പാവാ. ഭർത്താവിനെ കാണാതെ ആകെ വിഷമിച്ചിരിക്കുക. നീ ആരാ? പോലീസുകാരുടെ കൃത്യനിർവഹണത്തിൽ ഇടപെടാൻ നീ ആരാണെന്ന്? ഞാൻ പിന്നെ ഈ വിഷ്ണുവിന്റെ കൂട്ടുകാരൻ. എന്താ നിനക്ക് ജോലി? ഞാൻ ഒരു ബ്രോക്കറാണ്, മാരേജ് ബ്യൂറോ. പോലീസുകാരുടെ അടുത്ത് നിന്റെ ബ്രോക്കർ പണി വേണ്ട. അടിച്ച് മുഖത്തിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. ഇങ്ങോട്ട് നീങ്ങിക്കടാ. ഇൻസ്പെക്ടർ സാറേ, എന്റെ മോൻ വിഷ്ണു സത്യമേ പറയൂ. ദയവ് ചെയ്ത് സാർ ഇത് വിശ്വസിക്കണം. സുനിൽ ഇപ്പൊ എവിടെയാണെന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു പിടിയില്ല. നിങ്ങളാരാ? ഞാൻ എന്റെ അമ്മൂമ്മേ. നിന്റെ അമ്മൂമ്മയുടെ വായടച്ചു വയ്ക്കാൻ പറ. എന്നിട്ട് നീ ഞാൻ പറയുന്ന അനുസരിക്കും. നിന്റെ പെങ്ങളെ വിളിക്കേ. സുനിലിന്റെ അച്ഛൻ വിഷ്ണുവിന്റെ അമ്മാവനാണെന്നല്ലേ പറഞ്ഞു? അയാളെ വിളിക്കേ. മനജേ, നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഒരു പ്രയോജനമില്ല. മുറ്റത്തേക്ക് വന്ന് ഇൻസ്പെക്ടർ സാർ ചോദിക്കുന്നതിന് ഉത്തരം പറയൂ. ഞാൻ എന്ത് പറയാനാ കൊച്ചേട്ടാ? നിനക്കറിയാവുന്നത് അങ്ങ് പറയാ. അമ്മാവാ, ഇതെവിടെ പോയി ഒളിച്ചിരിക്കുന്നു? മോനെ അന്വേഷിച്ച് പോലീസ് വന്നിരിക്കുന്ന കണ്ടില്ലേ? പേടിച്ച് ഒളിച്ചിരുന്നിട്ട് എന്താ കാര്യം? പുറത്തേക്ക് വരണം. വാ, നീ വാ. ഇവളാ സുനിലിന്റെ ഭാര്യ, എന്റെ അനുജത്തി വനജ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയണം. സത്യമായിട്ടും എന്നോട് ഒരു വാക്ക് പോലും പറയാതെ സുനിച്ചേട്ടൻ പോയത്. നീ എപ്പോഴാ അവൻ അവസാനമായി കണ്ടത്? ഓടിപ്പോന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കണ്ടതാ. ഞങ്ങളുടെ മുറിയിലെ കട്ടിലിൽ ആലോചിച്ചോണ്ട് കിടക്കുകയായിരുന്നു. ഞാനും സുനിച്ചേട്ടനും ഞങ്ങളുടെ മോനും താമസം മാറ്റാൻ തീരുമാനിച്ച ദിവസമായിരുന്നു. ഇവിടെ അടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്തു, അഡ്വാൻസ് കൊടുത്തു എന്നാ സുനിച്ചേട്ടൻ പറഞ്ഞത്. ഞാൻ പാത്രങ്ങളും മറ്റു വീട്ടു സാധനങ്ങളും ചാക്കുകെട്ടിലാക്കി മിനിലോറി വരുമെന്ന് സുനിച്ചേട്ടൻ പറഞ്ഞു. അതിനുവേണ്ടി കാത്തു നിൽക്കുമ്പോഴാ അമ്മമ്മ എന്ന് പറഞ്ഞത്. സുനിച്ചേട്ടൻ ഓടിപ്പോയത്. സുനിൽ ഓടിപ്പോന്ന് നിങ്ങൾ കണ്ടോ? കണ്ടു സാർ. ഏതു വഴിയാ ഓടിയത്? അടുക്കള ഭാഗത്തെ വാതിൽ നിന്ന് ചാടി വടക്ക് വശത്ത് പറമ്പിൽ കൂടി ഓടി. സുനി സുനിന്ന് ഞാൻ വിളിച്ചു, പക്ഷെ അവൻ വിളി കേട്ടില്ല, തിരിഞ്ഞു നിന്നതും ഇല്ല. ആ സമയത്താ രാമേശ്വരൻ നായരും മോളും വന്നത്. മകൻ ഓടിപ്പോന്ന് നിങ്ങൾ കണ്ടോ? കണ്ടാ ഞാൻ അവനെ വെറുതെ വിടുവോ? അടിച്ചവന്റെ മുട്ടിന്റെ ചിരട്ട തല്ലി പൊട്ടിച്ചേനെ. ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. അവൻ ഓടിപ്പോന്ന് നിങ്ങൾ കണ്ടോ? ഇല്ല, എന്നെ കണ്ട് ഭയന്നായിരിക്കണം അവൻ ഓടിയത്. ഗൾഫിൽ പോയി ലക്ഷക്കണക്കിന് സമ്പാദിച്ചിട്ട് എനിക്കോ എന്റെ മകൾക്കോ അതിനൊരു അംശം തരാതെ എല്ലാം ഭാര്യ വീട്ടുകാർക്കല്ലയോ അവൻ കൊടുത്തത്. ഗൾഫിൽ പോയി അവൻ സമ്പാദിച്ചൊന്നും നേരായ വഴിയിലൂടെ അല്ല കാരണവരെ. കുഴൽപ്പണക്കേസിലും മോഷണക്കേസിലും പ്രതിയാവൻ. ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുക. കോടതി ഹാജരാക്കേണ്ട സമയത്ത് അവൻ മുങ്ങിയത്. ഭർത്താവിന്റെ പെരുമാറ്റത്തിൽ വനജയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയിരുന്നോ? പോയതിന്റെ തലേന്ന് രാത്രി വീട് മാറാൻ വേണ്ടി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുമ്പോ സുനിച്ചേട്ടന്റെ ഷർട്ടും പാന്റും എന്റെ സാരികളും ഒരു സൂട്ട് കേസിൽ വെച്ചു. അപ്പൊ സുനിച്ചേട്ടൻ പറഞ്ഞു, ചേട്ടന്റെ ഡ്രസ് മാത്രം സൂട്ട് കേസിൽ വെച്ചാ മതി, എന്റെ ഡ്രസ്സും മോന്റെ ഡ്രസ്സും മറ്റൊരു ബാഗിൽ വെക്കേ. അപ്പൊ നിനക്ക് സംശയം തോന്നണ്ടല്ലേ? ഇവളൊരു പൊട്ടിയാ സാറേ. അവൻ എന്ത് പറഞ്ഞാലും കണ്ണുടച്ചങ്ങ് വിശ്വസിക്കും. പക്ഷേ നിങ്ങൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് ഈ വീട്ടിലെ എല്ലാ മുറികളും പരിശോധിക്കണം. സാർ എവിടെ വേണമെങ്കിലും നോക്കിക്കോളൂ. ഞങ്ങൾക്ക് കുളിക്കാനൊന്നുമില്ല.
ഞാൻ മുറികളൊക്കെ സെർച്ച് ചെയ്ത് തരുന്നവരെ നിങ്ങളെല്ലാവരും നിൽക്കുന്നിടത്തുനിന്ന് അനങ്ങി പോരുത്. വടോ. സത്യം പറഞ്ഞോ, എവിടെയാ നിന്റെ ഭർത്താവ്? പൂങ്കണ്ണീര് മതിയാക്കി സത്യം പറയടി. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി സത്യം പറയിക്കും. ദയവ് ഇത് സാറ് ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കണം. അവൻ നിയമത്തെ മാത്രമല്ല ഞങ്ങളെയും ചതിച്ചു, കുടുംബത്തിന്റെ മാനം കെടുത്തി. ഞങ്ങളോട് ആരോടും ഒരക്ഷരം പറയാതെ ഓടിപ്പോയി. അവനെ കണ്ടാ ഞാൻ പിടിച്ചോണ്ട് വരും പോലീസ് സ്റ്റേഷനിൽ. നീ എന്താടാ വിഷ്ണു അങ്ങനെ പറയുന്നത്? എന്റെ മോൻ കുറ്റം ചെയ്തതിന് തെളിവ് വല്ലതുണ്ടോ? കോടതിയിൽ കുറ്റം തെളിയിക്കുന്നത് വരെ അവൻ നിരപരാധി തന്നെ. മൂപ്പിലാനാട് മോശമല്ലല്ലോ. പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ കയറി ഇറങ്ങി നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. മോനെ പിടികിട്ടിയില്ലെങ്കിൽ പകരം അച്ഛനെയും ഭാര്യയും പിടിച്ച് ലോക്കപ്പിലിടാവുന്നതാണ്. അങ്ങനെ ചെയ്താ നിങ്ങളുടെ മോൻ പാട്ടും പാടി സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങും. പക്ഷേ ഞാനങ്ങനെ ചെയ്യുന്നില്ല. അവനിവിടെ വന്ന ആ നിമിഷം തന്നെ എന്നെ വിവരം അറിയിക്കണം. തീർച്ചയായും. അവൻ എവിടെ വരാനാ? വന്നാലും ആ ദ്രോഹിയെ ഞാൻ എന്റെ മുറി കയറ്റുമെന്ന് കരുതണ്ട. എനിക്ക് അങ്ങനെ ഒരു ഭർത്താവില്ല, എന്റെ മോൻ അച്ഛനും ഇല്ല. പടിഞ്ഞാറ് വശത്ത് ആരാ താമസം? എന്റെ ചേച്ചിയാണ് വിമല. ഭാഗം വാങ്ങിച്ച് വരെ താമസിക്കുക. അവിടെ നോക്കണ്ട സാർ. അതെന്താ? ചേച്ചിയുടെ മുറിയിൽ അനിയത്തിയുടെ ഭർത്താവിനെ വിളിച്ചിരുന്നൂടെ? ഇവിടെ അങ്ങും ആരും ഒളിച്ചിരിപ്പില്ല. മാറിക്ക്. ഇവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞില്ലേ? മാറിക്ക്. ഇവിടെ നീ തനിച്ചാണോ താമസം? അല്ല, എന്റെ ഭർത്താവും മോളും ഉണ്ട്. മോൾ എക്സ്ട്രാ ക്ലാസ്സിന് പോയി. ഭർത്താവ് എവിടെ? ഓഫീസിൽ പോയി. എന്തായേക്ക് ജോലി? എന്റെ ഭർത്താവ് കുഴൽപ്പണക്കാരനും കള്ളനൊന്നും അല്ല. ഒന്നാന്തരം ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ക്ലർക്കാ. ഇന്ന് ഞായറാഴ്ചയല്ലേ? ഇന്ന് ഏത് ഗവൺമെന്റ് ഓഫീസാ വർക്ക് ചെയ്യുന്നത്? നീ പറഞ്ഞത് കള്ളം. സുനിലിന് അവനാണോ താമസിപ്പിച്ചിരിക്കുന്നത്? അയ്യോ അല്ല, അദ്ദേഹം ഒരു പാവ. എന്നോട് പിണങ്ങി വേറെ താമസിക്കുക. കൊള്ളാം. എല്ലാം കൊണ്ടും വളരെ നല്ല കുടുംബം. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. സുനിൽ കുമാറിനെ കുറിച്ച് എന്ത് വിവരം കിട്ടിയാലും 1 മിനിറ്റ് വൈകാതെ സ്റ്റേഷനെ അറിയിക്കണം. ശരി സാർ. എന്റെ മോനെ തന്നു, എന്റെ മോനെ തന്നു. എന്നെ തൊടണ്ട. അവൻ ലക്ഷങ്ങൾ സമ്പാദിച്ച് ഭാര്യ വീട്ടിൽ കൊടുത്തു. ഇപ്പൊ കണ്ടല്ലോ പൊന്നുമോന്റെ അസൽ സ്വരൂപം. എന്ത് കണ്ടു എന്നാണ് ഈ പറയുന്നത്? പോലീസുകാര് വീട്ടിൽ വന്നു എന്ന് കരുതി വീട്ടിലുള്ളവരെല്ലാം കള്ളന്മാരാവൂ? പോലീസുകാരെ കാണേണ്ട രീതിയിൽ കാണണം. വിഷ്ണു അത് ചെയ്യാത്തത് കൊണ്ടാ അവരിവിടെ വന്ന് ചവിട്ട നാടകം കളിച്ചിട്ട് പോയത്. ഈ രാമകൃഷ്ണൻ നായർ എത്ര പോലീസുകാരെ കണ്ടിരിക്കുന്നു? പോലീസ്
കിഷോർ ദത്തൻ ഇവിടെ ഒരു ഒപ്പിടും. അടുത്തത് ശകുന്തള. ഇനി മാലയിടാ. മാലയിട്ടോളൂ. സാക്ഷികൾ ആരൊക്കെയാ? ഞാനാ വിഷ്ണു. ദാ ഇവിടെ. അടുത്തത്. അച്ഛൻ എന്ത് പറഞ്ഞാലും അന്വേഷിച്ചു പോകാനൊന്നും എനിക്ക് സമയമില്ല. വേണമെങ്കിൽ അച്ഛൻ പോയി അന്വേഷിക്കുക. അല്ലെങ്കിൽ തന്നെ അന്വേഷിച്ച് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാ? 4-5 ദിവസം കഴിയുമ്പോൾ പിന്നെയും തുടങ്ങും ഡ്രഗ്സ്. ഫോർ ഗോഡ് സേക്ക്, ഞാൻ പറയുന്ന അച്ഛനൊന്ന് മനസ്സിലാക്ക്. ഹീസ് ആൻ അഡിക്റ്റ്. വൺസ് അഡിക്റ്റ് ഈസ് ഓൾവേസ് ആൻ അഡിക്റ്റ്. എത്രയോ പേർ ചികിത്സ നടത്തി രക്ഷപ്പെടുന്നു, പിന്നീട് ഒരിക്കലും ലഹരി ഉപയോഗിക്കാതെ ജീവിക്കുന്നു. ജീവിക്കണമെന്ന് ആഗ്രഹം കൊടുക്കുന്നതാ പ്രധാനം. അതന്നാ ഡോക്ടർ പറഞ്ഞതുവാ. കുടുംബത്തിൻ്റെ സപ്പോർട്ടും സ്നേഹവും ഇല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റ് രക്ഷപ്പെടില്ല. അതുണ്ടെങ്കിൽ അവർ തെറ്റായ വഴിക്ക് പോവുകയുമില്ല. കുടുംബം മണ്ണാങ്കട്ട. അച്ഛൻ ഇങ്ങനെ പഴഞ്ചനായിട്ട് ജീവിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിന്റെ കുഴപ്പാ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ് എന്ന് കേട്ടിട്ടില്ലേ? കൊള്ളാവുന്നവൻ ജീവിക്കും, അല്ലാത്തവൻ വീണു പോകും. അത് കൂടപ്പിറപ്പാണോ മറ്റാരെങ്കിലും ആണോ എന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഈ കൂടപ്പിറപ്പിനെ ഞാൻ എത്ര നാൾ സംരക്ഷിക്കും? എനിക്ക് പറ്റുന്നത് വരെ. അത് കഴിഞ്ഞാലോ? ഹീ ഹാസ് ടു ബി ഓൺ ഹിസ് ഓൺ. അല്ലാതെ ഞാൻ സംരക്ഷിച്ചോളണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നാളെ ഞാനൊരു ആക്സിഡന്റിലോ വല്ല അസുഖം വന്നോ മരിച്ചു പോയാൽ എന്ത് ചെയ്യും? യു ഹാവ് ടു തിങ്ക് ഓഫ് എവറി പോസിബിലിറ്റി. വേണ്ട, കൂടുതൽ സംസാരിക്കണ്ട. ആരാ എപ്പോഴാന്നൊക്കെ ആർക്കറിയാം. വേണ്ടെങ്കിൽ വേണ്ട. എന്നാലും ഒരു കാറ് വന്ന് ദൈവമേ, കിഷോറ് കഴുത്തില് മാല. എന്താടാ ഈ കാണുന്നത്? നിക്കടാ അവിടെ. എങ്ങോട്ടാ? എന്തായി സീനിന്റെ അർത്ഥം? ശകുന്തളെ, എൻ്റെ ബ്രദർ നന്ദകുമാർ, എൻ്റെ അച്ഛൻ ദത്തൻ ദ ഗ്രേറ്റ്. കാല് തൊട്ട് തൊഴു. നിക്കേ. തൊഴിലൊക്കെ പിന്നെ. അച്ഛാ, എൻ്റെ ഭാര്യ ശകുന്തള, അനുഗ്രഹിക്കണം. ചെറുക്കച്ച എവനെ എവളെ ആരോട് ചോദിച്ചിട്ട് കല്യാണം കഴിച്ചു? എന്ത് ധൈര്യത്തിൽ ഈ വീട്ടിൽ കയറി വന്നു? കിഷോറെ, എന്നാലും നീ അച്ഛനോട് ഇത് കാണിച്ചല്ലോടാ. അച്ഛൻ ഇത് തന്നെ കിട്ടണം. കണ്ടില്ലേ, റോഡിൽ പെണ്ണിനെ വലിച്ചു കയറിക്കൊണ്ട് വന്നിരിക്കുക വീട്ടിലേക്ക്. ഐ ടോൾഡ് യു, ഹീ സിക്ക്. ഇവന് തലയ്ക്ക് സുഖമില്ലാതായി പോയി. ഇവൻ ഭ്രാന്തനാണ്. പിടിച്ച് ചങ്ങല കിടണം, അല്ലെങ്കിൽ വല്ല ഭ്രാന്താലയത്തിൽ കൊണ്ടുപോയി അടച്ചിടണം. ആരാടി നീ? എന്ത് ഭാവിച്ചാ നീ ഇവന്റെ കൂടെ ഇങ്ങോട്ട് കയറി വന്നത്? എന്താ നീ തറവാടിനെ കുറിച്ച് കരുതിയിരിക്കുന്നത്? നിന്നെപ്പോലൊരു തേർഡ് റേറ്റ്. ഒരു തേർഡ് റേറ്റ് ചേട്ടന് ഒരു തേർഡ് റേറ്റ് ചേട്ടത്തിയമ്മെന്ന് വിചാരിച്ചാൽ മതിടാ. മിണ്ടിപ്പോരുത്. മര്യാദയ്ക്കകത്ത് കയറിപ്പോ, നീ മാത്രം. അല്ലെങ്കിൽ ഞാൻ വേറെ വല്ല ആശുപത്രിയിലും കൊണ്ടുപോയി ചങ്ങലക്കിടും. ശ്രമിച്ചു നോക്ക്. നന്ദോ, അച്ഛൻ ഇതിൽ ഇടപെടണ്ട. ഈ വീട്ടിൽ കാലുകുത്താൻ ഞാൻ രണ്ടിനെ സമ്മതിക്കില്ല. എടി, ഇറങ്ങിക്കോ ഈ നിമിഷം. ഇല്ലെങ്കിൽ ക്ലീൻ ആയിട്ട് ഈ പ്രശ്നം ഒതുക്കാൻ എനിക്കറിയാം. മനോരോഗിയായി ഇവനെ കല്യാണം കഴിച്ചാൽ അത് സാധുവല്ല. നീ ഇവന്റെ സ്വത്തുക്കൾ കൈവശപ്പെടുത്താൻ വേണ്ടി ചെയ്ത കുരുക്കാണെന്ന് തെളിയിക്കാൻ പ്രയാസമൊന്നുമില്ല. അത്ര എളുപ്പമാണെങ്കിൽ പിന്നെ ഇത്രയും സംസാരിക്കണ്ടല്ലോ നന്ദു. അതങ്ങ് ചെയ്താ പോരെ? കണ്ടില്ലേ അച്ഛൻ, കണ്ടില്ലേ?
അവളുടെ ധിക്കാരം കണ്ടില്ലേ? എന്ത് ധൈര്യത്തില് ഇവള് നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത്? ഇവളെ ചൂലെടുത്ത് അടിച്ചിറക്കണം. അച്ഛൻ സംഗതിയുടെ സീരിയസ്നെസ് മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഒരു നിമിഷം പോലും ഇവരോട് വച്ചോണ്ടിരിക്കരുത്. അങ്ങനെ സംഭവിച്ചാ പിന്നെ നമുക്ക് ക്ലെയിം ഇല്ല. ചേട്ടനെ പിടിച്ചു മാറ്റി അവളെ പുറത്താക്കണം പ്ലീസ്. ഇല്ലെങ്കിൽ അപകടമാണ്. ഈ കുടുംബം നമുക്ക് നഷ്ടപ്പെടും. അച്ഛൻ ഞാൻ പറയുന്നത് കേൾക്ക്. കിഷോർ അത് പോ. ശകുന്തള വാ, അത് വാ. അച്ഛൻ സമ്മതിച്ചു. ഇല്ല, നീ മാത്രം. എനിക്ക് ഇവരോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്നാ പിന്നെ അച്ഛൻ സംസാരിച്ചിട്ട് അകത്ത് പോവാം. അച്ഛൻ സംസാരിച്ചോ. പക്ഷേ ആ സമയത്ത് ഇവൻ ഇവിടെ നിൽക്കണ്ട. തലയിരിക്കുമ്പോൾ വാലാടരുത്. എന്താടി നിന്റെ പ്ലാൻ? ദത്തം മുതലാളിയുടെ മകനെ വിവാഹം കഴിക്കാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? നാണുണ്ടോടി നിനക്ക് ഇങ്ങനെ ഒരു വീട്ടിലേക്ക് വലതു കാലം വെച്ച് കയറി വരാൻ? ഒന്നുമില്ലെങ്കിലും നിന്റെ യോഗ്യതയെ പറ്റിയെങ്കിലും നീ ഒന്ന് ചിന്തിക്കണ്ടേ? ഞാൻ മായയുടെ മകളാണ്. അതാണ് എന്റെ യോഗ്യത. മായ, ആ പേര് ഓർമ്മയില്ലേ? പണ്ട് അങ്കിൾ, ഓ സോറി, ഇപ്പൊ അച്ഛനെന്നാണല്ലോ വിളിക്കേണ്ടത്, നശിപ്പിച്ച ഒരു സ്ത്രീ ഉണ്ടല്ലോ, മായ. ആറ്റിങ്ങലിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ വന്ന കാലത്ത് പരിചയപ്പെട്ട ഒരു സ്ത്രീ. എനിക്ക് അങ്കിളിനെ നല്ല ഓർമ്മയുണ്ട്. വൈകിട്ട് വരുന്ന അങ്കിൾ വരുമ്പോൾ എനിക്ക് ചോക്ലേറ്റും ബിസ്ക്കറ്റും വാങ്ങിത്തരും. പിന്നെ വരാതെയായി. ഒരു ദിവസം അമ്മ എന്റെ കൈ പിടിച്ച് അങ്കിളിനെ കാണാൻ വന്നു. അമ്മ കരഞ്ഞു. അങ്കിൾ അമ്മയുടെ കരണത്തടിച്ചു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്നു മുതൽ അമ്മ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഞാനും. അച്ഛൻ കൂടുതലൊന്നും പറയണ്ട. ഇപ്പൊ തന്നെ ഇറക്കി വിടണം. നീ അങ്ങോട്ട് ഇറങ്ങടി. അച്ഛൻ മോനെ നോക്കോ. ഇറങ്ങി വര. നിങ്ങളാരാ? ഞങ്ങൾ കുറെ സാക്ഷികളാ. സാക്ഷികളോ? ഇവിടെ ആരും സാക്ഷികളെ വിളിച്ചില്ലല്ലോ. ഇവിടെ വിളിച്ചില്ല, പക്ഷെ അവിടെ വിളിച്ചു. ഈ കല്യാണം നടന്ന സ്ഥലത്ത്. സാറാ കയ്യെന്ന് വിട്. ഒരു പെങ്കൊച്ച് കല്യാണം കഴിച്ചു വരുമ്പോ ഇങ്ങനെയാണോ സ്വീകരിക്കേണ്ടത്? സ്നേഹമായിട്ടും ബഹുമാനമായിട്ടും സ്വീകരിക്കണം. എടാ ശിവരാമ, പോയി ഒരു നിലവിളക്ക് കത്തിച്ചുകൊണ്ട് പോടാ. അതും പിടിച്ച് അകത്തോട്ട് കയറട്ടെ. നിന്നെ ഒന്നും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല തെണ്ടികളെ. മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ വിവരം അറിയും. നീ വലിയ മറ്റടുത്ത മുതലാളിയാണ്, അതിന്റെ കയ്യിലിരിക്കും. കല്യാണം കഴിച്ചോണ്ട് വന്ന ഒരു പെണ്ണിന്റെ ജീവൻ തകർക്കാനാണെങ്കിലേ അടിച്ച് തകർക്കും ഞങ്ങള്. മോൾ അകത്തോട്ട് കയറി ചെന്നേ. ഇതാ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം. നീ ഇത് പിടിക്കും. എന്നിട്ട് എൻ്റെ കൂടെ വാ.